ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെമ്മീൻ റോസ്റ്റാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അത് ഞാൻ പൊടിച്ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അത് തേങ്ങാക്കൊത്തിട്ട് റോസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ പൊടിച്ചെമ്മീൻ എങ്ങനെയാണ് സ്വാദിഷ്ടമായ രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കണേന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു തവ സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇതിലേക്ക് ഞാൻ ഒരു 2 വലിയ സവാള അരിഞ്ഞത്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് വേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ തന്നെ നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഗരം മസാല, ഒരു 2 സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ശരിക്കും മൊരിഞ്ഞ് വരണം, അതിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി കിട്ടണം. ഇപ്പോൾ നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു മീഡിയം ടൈപ്പ് തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ വഴറ്റി അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 കിലോ ചെമ്മീൻ കിള്ളി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അല്പം ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെയൊക്കെ ഒന്ന് വഴറ്റുക. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് ഒരു 1/2 മുറി തേങ്ങ ഞാൻ ചെറുതാക്കി കൊത്തിയിട്ടിട്ടുണ്ട്. 1 മുറിയല്ല, 1/2 മുറി തേങ്ങ ഞാൻ ചെറുതാക്കി കൊത്തി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുടംപുളിയും കൂടി ഞാനതിലേക്ക് ചെറുതാക്കി കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചോറിൻ്റെ കൂടെയാണ് ഈ കറി കഴിക്കുന്നതെങ്കിൽ കുടംപുളി ഇടുക. അതെല്ലാം നമ്മൾ വല്ല ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിക്കുക. വിനാഗിരി ഒഴിക്കുമ്പോൾ കുടംപുളി ഇടേണ്ട. ചോറിനാണെങ്കിൽ മാത്രം കുടംപുളി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൂട്ടി ശരിക്കും മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ചെമ്മീൻ, ഞണ്ട്, അതുപോലെ കക്കറച്ചിയൊക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് അലർജി ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി കറി വയ്ക്കുമ്പോൾ നമ്മൾ കുരുമുളക് പൊടിയും അതുപോലെ കുടംപുളിയും കറിയിൽ ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മൂടിയൊക്കെ മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം അതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ചെമ്മീനാണ്, പൊടിച്ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 2-3 മിനിറ്റ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെമ്മീൻ റോസ്റ്റ് റെഡിയായി. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ്. അത് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് വയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാവരും ചെയ്ത് നോക്കുക. ചോറിനാണെങ്കിൽ കുടംപുളി തന്നെ വേണം ഇതിനിടാനായിട്ട്. അതിൻ്റെ ടേസ്റ്റൊന്ന് വേറെ തന്നെയാണ്, ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.